ജപ്പാനിൽ ഹക്കുയിൻ എന്നു പേരുള്ള ഒരു ബുദ്ധ സന്യാസി ഉണ്ടായിരുന്നു. ഒരിക്കൽ ചക്രവർത്തിയുടെ അംഗരക്ഷകനായ നബോഷി അദ്ദേഹത്തെ കാണാൻ വന്നു. ഗുരു, എല്ലാവരും പറയുന്നത് പോലെ ഈ സ്വർഗവും നരകവുമൊക്കെ യഥാർത്ഥത്തിൽ ഉള്ളതാണോ? നബോഷി ചോദിച്ചു. അതിന് മറുപടി പറയാതെ ഹക്കുയിൻ അയാളോട് മറ്റൊരു ചോദ്യം ചോദിച്ചു. എന്താണ് തൻ്റെ ജോലി? ഞാൻ ചക്രവർത്തിയുടെ അംഗരക്ഷകനാണ്. നബോഷി അഭിമാനത്തോടുകൂടി മറുപടി പറഞ്ഞു. കഷ്ടം. അത് കേട്ടപ്പോൾ ഒരു പുച്ഛച്ചിരിയോടുകൂടി ഹക്കുയിൻ പറഞ്ഞു, തന്നെ പോലെ ഒരു പട്ടിണി കോലത്തെയാണോ പൊന്നുതിരുമേനി അംഗരക്ഷകനായി കൊണ്ടു നടക്കുന്നത്? അദ്ദേഹത്തിൻ്റെ ജീവൻ അപകടത്തിൽ പെട്ടതു തന്നെ. ഹക്കുയിൻ്റെ വാക്കുകൾ കേട്ട് നബോഷി കോപം കൊണ്ട് തൻ്റെ വാൾ ഊരിയെടുത്ത് ചീറി. അപമാനിക്കുന്ന വാക്കുകൾ പറഞ്ഞാൽ ഗുരുവാണെന്നൊന്നും ഞാൻ നോക്കില്ല. നബോഷിയുടെ കോപം കണ്ട് ചിരിച്ചുകൊണ്ട് ഗുരു പറഞ്ഞു, നരകം തീർച്ചയായും ഉണ്ട്. കോപം വന്നയാൾ ഇതാ നരകത്തിൻ്റെ വാതിൽ താങ്കൾക്ക് മുന്നിൽ തുറന്നു കിടക്കുന്നത് കാണുന്നില്ലേ? അത് കേട്ടപ്പോൾ നബോഷിക്ക് തൻ്റെ തെറ്റ് മനസ്സിലായി. ഗുരു തന്നെ പരീക്ഷിക്കാനായി മനഃപൂർവ്വം അങ്ങനെ പറഞ്ഞതാണ് എന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അയാൾ വാൾ ഉറയിലിട്ടു. ഗുരുവിനെ താണു വണങ്ങിയിട്ട് നബോഷി പറഞ്ഞു, എന്നോട് ക്ഷമിക്കണേ. അങ്ങയെപ്പോലുള്ള ഒരു മഹാഗുരുവിന് മുന്നിൽ വാൾ ഊരിയ ഞാൻ കടുത്ത അപരാധിയാണ്. അപ്പോൾ ആ ഗുരു പറഞ്ഞു, ഇതാ ഇപ്പോൾ നീ തുറന്നത് സാക്ഷാൽ സ്വർഗത്തിൻ്റെ വാതിലാണ്. സ്വർഗവും നരകവും എന്താണ് എന്ന് ഇപ്പോൾ മനസ്സിലായില്ലേ? കോപവും ബഹുമാനം ഇല്ലായ്മയും നമുക്ക് മുന്നിൽ നരകത്തിൻ്റെ വാതിൽ തുറക്കുന്നു. സ്നേഹവും ബഹുമാനവും ഒരാൾക്ക് സ്വർഗം എന്താണ് എന്ന് കാണിച്ചു കൊടുക്കുന്നു. പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഭവൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ദേവനാണ് ശിവൻ. അങ്ങനെയെങ്കിൽ ശിവനോട് ചേർന്നിരിക്കുന്ന ശക്തിസ്വരൂപിണിയായ അമ്മയ്ക്ക് അതിനു തുല്യമായി എന്ത് പേരായിരിക്കും വരിക? വശിന്യാദി ദേവതകൾ ലളിതാ സഹസ്രനാമത്തിലെ 112 നാമമന്ത്രമായി എഴുതിയ നാമമാണ് ഭവാനി. ഭവ എന്ന ശബ്ദത്തിന് ശ്രീ മഹാദേവൻ, സംസാരം, കാമൻ എന്നിങ്ങനെ 3 അർത്ഥങ്ങളാണ് ഉള്ളത്. ദേവീ പുരാണത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: രുദ്രോ ഭവോ ഭവ കാമോ ഭവ സംസാരസാഗര തൽപ്രാണരാദിയം ദേവി ഭവാനി പരികീർത്തിത. ശിവനെ ജീവിപ്പിക്കുന്നവൾ, കാമനെ ജീവിപ്പിക്കുന്നവൾ, സംസാരസാഗരത്തിന് ചൈതന്യമായിട്ടുള്ളവൾ എന്നിങ്ങനെ 3 വിധത്തിലാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. ഭവമാനയതി ജീവയതീതി ഭവാനി. ഭവൻ്റെ പത്നിയായി ഭവന് ജീവൻ നൽകുന്നതുകൊണ്ട് ഭവാനി. അഷ്ടമൂർത്തിയായ ശിവൻ്റെ ഒരു രൂപമാണ് ജലം. ജലരൂപത്തിലുള്ള ഭവനിൽ നിന്ന്, ശിവനിൽ നിന്നും ഭിന്നയല്ലാത്തതുകൊണ്ട് ഭവാനി എന്ന് അമ്മയ്ക്ക് നാമം വന്നിരിക്കുന്നു. ജലത്തിൻ്റെ രൂപത്തിൽ എല്ലാ ജീവികളുടെയും ജീവനമായിട്ട് വർത്തിക്കുന്നവൾ. ഭവാനി എന്ന നാമത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു ശ്ലോകം സൗന്ദര്യലഹരി സ്തോത്രത്തിലുണ്ട്. ഭവാനി ത്വം ദാസേ മയി വിതരദൃഷ്ടിം സകരുണാം ഇതി സ്തോതും വാഞ്ചൻ കഥയതി ഭവാനി ത്വമിതി യഃ തദൈവ ത്വം തസ്മൈ ദിശസി നിജസായുജ്യ പദവീം മുകുന്ദ ബ്രഹ്മേന്ദ്ര സ്ഫുടമകുട നീരാജിത പദാം. അല്ലയോ ഭവാനി, അമ്മേ, അവിടുത്തെ ദാസനായ അടിയനിൽ കരുണാപൂർണമായ അവിടുത്തെ ദൃഷ്ടി പതിപ്പിക്കണം എന്ന് സ്തുതിക്കാൻ ആഗ്രഹിക്കുന്ന ഭക്തൻ ഭവാനി എന്ന് പറഞ്ഞു കഴിയുമ്പോഴേക്കും അമ്മ ആ ഭക്തന് വിഷ്ണു, ബ്രഹ്മാവ്, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാരുടെ പ്രകാശിക്കുന്ന കിരീടങ്ങളാൽ നീരാജനം ചെയ്യപ്പെടുന്ന അവിടുത്തെ പരമപദമായ ദിവ്യസായുജ്യത്തെ പ്രദാനം ചെയ്യുന്നു. ബ്രഹ്മാവ്, വിഷ്ണു, ഇന്ദ്രൻ തുടങ്ങിയ ദേവന്മാർ അവിടുത്തെ ശ്രീപാദപത്മങ്ങളെ നമസ്കരിക്കുമ്പോൾ ആ ദേവന്മാരുടെ കിരീടത്തിൻ്റെ പ്രകാശം കൊണ്ടാണ് അമ്മയുടെ തൃപ്പാദപത്മങ്ങൾ നീരാജനം ചെയ്യപ്പെടുന്നത് എന്ന് ആചാര്യസ്വാമികൾ ഈ ശ്ലോകത്തിലൂടെ കാണിച്ചു തരുന്നു. ഭവാനി എന്ന ഈ നാമത്തിന്
അത്രമാത്രം മഹത്വമുണ്ട്. ഭവാനിത്വം എന്ന പ്രയോഗത്തിലൂടെ അഹം ബ്രഹ്മാസ്മി എന്ന മഹാവാക്യത്തിൻ്റെ സാരം കൂടി ആചാര്യസ്വാമികൾ ഇതിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. ഓം ഭവാന്യൈ നമഃ. ഓം ഓം ഹ്രൈം ഭവാന്യൈ നമഃ. അമ്മയ്ക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു നാമമാണ് വാഗ്ദേവതകൾ നൽകിയിട്ടുള്ളത്. ബീജാക്ഷരങ്ങളുടെ ഒന്നും സഹായമില്ലാതെ ഭവാനി എന്ന നാമം ജപിക്കുന്നതിലൂടെ മാത്രം അമ്മയുടെ അനുഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് അത്രയ്ക്ക് പ്രാധാന്യമുള്ള ഈ നാമം ആഗ്രഹപൂർത്തിക്ക് മാത്രമല്ല, എല്ലാ ദോഷങ്ങൾ മാറുന്നതിനും വളരെ ഉത്തമമാണ്. സൗന്ദര്യ ലഹരി സ്തോത്രത്തിലെ ഈ ശ്ലോകത്തോടൊപ്പം ഈ കാണുന്ന യന്ത്രവും നാമമന്ത്രവും ചേർത്ത് വിധിപ്രകാരം എഴുതി പൂജാമുറിയിൽ ശ്രീചക്രം പോലെ വയ്ക്കുകയോ ശരീരത്തിൽ രക്ഷയായി ധരിക്കുകയോ ചെയ്യുന്നത് സർവ്വ ഐശ്വര്യസിദ്ധിക്കും ഗ്രഹത്തിലും കുടുംബാംഗങ്ങൾക്കും ഉണ്ടാകുന്ന ദോഷങ്ങൾ മാറിക്കിട്ടുന്നതിനും ഉത്തമമാണ്. ഭാവന കൊണ്ട് അമ്മയെ പ്രാപിക്കുവാൻ കഴിയാത്ത വഴി എന്നും ഭാവന കൊണ്ട് അമ്മയെ പ്രാപിക്കുവാൻ സാധ്യമാണ് എന്നും ഉള്ള പരസ്പര വിരുദ്ധമായ രണ്ട് അർത്ഥങ്ങൾ ഒരു നാമത്തിലാക്കി വാഗ്ദേവതകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് ഭാവനാഗമ്യ എന്ന നാമമന്ത്രം. ഭാവന അഗമ്യ, ഭാവന കൊണ്ട് ഗമിക്കുവാൻ കഴിയാത്തവൾ എന്ന് അർത്ഥം വരുന്നു. ഭാവന ഗമ്യ, ഭാവന കൊണ്ട് ഗമിക്കത്തക്കവൾ, ഭാവന കൊണ്ട് ഗമിക്കാൻ കഴിയുന്നവൾ എന്നിങ്ങനെ പദച്ഛേദം ചെയ്താൽ രണ്ടു തരത്തിലാണ് ഈ നാമമന്ത്രത്തിന് അർത്ഥം ലഭിക്കുക. ഭാവന എന്ന വാക്കിന് സങ്കല്പം എന്നും അർത്ഥമുണ്ടല്ലോ. ഭാവന അഗമ്യ എന്നിങ്ങനെ പദം പിരിച്ചാൽ സങ്കല്പിക്കാനാകാത്ത ഐശ്വര്യവും ശക്തിയും ഉള്ളവൾ എന്നും അർത്ഥം വരും. ഭാവനയ്ക്ക് ധ്യാനം എന്ന ഒരർത്ഥം കൂടിയുണ്ട്. പ്രാണായാമം, യോഗചര്യതകൾ, മന്ത്രതന്ത്രാദികൾ എന്നിവയുടെ ഒക്കെ സഹായത്തോടു കൂടി മനസ്സിനെയും ബുദ്ധിയെയും അമ്മയുടെ നേർക്ക് അഭിമുഖമാക്കിക്കൊണ്ട് അമ്മയിൽ എത്തിച്ചേരുന്നതിനെയും ഭാവനാഗമ്യ എന്ന നാമം അർത്ഥമാക്കുന്നു. ആത്മജ്ഞാനത്തിനുള്ള അഭിനിവേശം എന്ന് ആദി ശങ്കരാചാര്യ സ്വാമികൾ വ്യാഖ്യാനിച്ചു വച്ചിട്ടുമുണ്ട്. അഭിനിവേശത്തോടു കൂടിയുള്ള ഉപാസന, അത് രൂപത്തോടു കൂടിയാണെങ്കിലും പരബ്രഹ്മ ഉപാസനാ രീതിയിലൂടെ, അതായത് രൂപം ഇല്ലാതെയാണെങ്കിലും അമ്മയിൽ എത്തിച്ചേരാവുന്നതാണ്. ഓം ഭാവനാഗമ്യായൈ നമഃ. ഓം ഓം ഹ്രൈം ഭാവനാഗമ്യായൈ നമഃ. ഭവാനി എന്ന നാമമന്ത്രത്തിൽ പറഞ്ഞിട്ടുള്ള ഗുണഫലങ്ങളെല്ലാം ഈ മന്ത്രവും നൽകുന്നു. അതുകൊണ്ട് അടുത്ത നാമത്തിലേക്ക് പ്രവേശിക്കാം. ഭവാരണ്യകുഠാരിക, 114 ലളിതാ സഹസ്രനാമത്തിലെ മന്ത്രം. ഭവമാകുന്ന, സംസാരമാകുന്ന, അരണ്യത്തിന്, കാടിന്, കുഠാരികയായവൾ, കോടാലിയായവൾ, സംസാരമാകുന്ന കാടിനെ വെട്ടി നശിപ്പിക്കുന്നതിനുള്ള കോടാലിയായിട്ടുള്ളവൾ. ഭവം എന്നാൽ സംസാരം എന്ന് അർത്ഥം. സംസാരം ഭയങ്കരമായ വനം പോലെയാണ്. കാലം കൊണ്ട് എത്ര തന്നെ അത് ഉണങ്ങിയാലും വീണ്ടും തളർത്തു വരുന്നു. അങ്ങനെ വനം പോലെ ആവർത്തിച്ചു വരുന്ന സുഖദുഃഖങ്ങൾ കൊണ്ട് നിറഞ്ഞതായതുകൊണ്ട് സംസാരത്തെ ഇവിടെ വനമായിട്ട് പറഞ്ഞിരിക്കുന്നു. സംസാരബന്ധത്തിൽ നിന്നും മോചനം ലഭിക്കുക എന്നുള്ളത് അത്ര എളുപ്പമായ കാര്യമല്ല. നിരന്തരമായ അഭ്യാസം കൊണ്ടും മനസ്സിനെ നിയന്ത്രിക്കുന്നത് കൊണ്ടും തപസ്സ തുടങ്ങിയ അനുഷ്ഠാനങ്ങൾ കൊണ്ടും മനസ്സിനെ തക്കാലത്തേക്ക് ലൗകികമായിട്ടുള്ള ബന്ധങ്ങളിൽ നിന്നും അകറ്റി നിർത്താൻ, എന്നാലും അത് വീണ്ടും ബന്ധങ്ങളിലേക്ക് തന്നെ വീണ്ടും വീണ്ടും പോകുവാനുള്ള ഇടയുണ്ട്. ലളിതാ പരമേശ്വരി ദേവിയെ സംസാരമാകുന്ന ആരണ്യത്തിന് കുഠാരികയായിട്ടാണ് ഈ നാമത്തിൽ വിവരിക്കുന്നത്. മരം വീണ്ടും തളിർക്കാതെ നശിപ്പിക്കുന്നതിന് അത് വേരോടുകൂടി പിഴുതു കളഞ്ഞേ മതിയാകൂ. അതിനുള്ള കോടാലിയാണ് അമ്മ. ഭക്തനെ ലൗകികമായ ബന്ധങ്ങളിൽ നിന്നും വേർപെടുത്തി ശാശ്വതമായ മോക്ഷം നൽകുന്നതിന് അമ്മയുടെ കാരുണ്യത്തിന് സാധ്യമാകുമെന്ന് ഈ നാമത്തിലൂടെ വാഗ്ദേവതകൾ നമ്മളോട് പറഞ്ഞു തരുന്നു. ഓം ഭവാരണ്യകുഠാരികായൈ നമഃ. ഓം ഓം
ഹ്രേം ഭവാരണ്യകുഠാരികായൈ നമഃ. ഒരു ഭക്തൻ്റെ സമസ്ത ദുഃഖങ്ങളെയും വേരോടുകൂടി നശിപ്പിക്കുന്ന കോടാലിയാണ് അമ്മയുടെ അതിദിവ്യമായ ഈ നാമം. ഒരു മനുഷ്യന് ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ ദോഷങ്ങളും ദുരിതങ്ങളും കഷ്ടതകളും അമ്മയുടെ ഈ നാമമന്ത്രം വേരോടുകൂടി പിഴുതെറിയും. ദിവസവും ഈ മന്ത്രം കഴിയുന്ന അത്ര ജപിക്കുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ജപിക്കുക. തീർച്ചയായിട്ടും ഫലമുണ്ടാകും. സൗകര്യപ്രദമായ സമയത്തും ദിവസത്തിലും ഏകാഗ്രമായ മനസ്സോടുകൂടി ഈ മന്ത്രം ജപിച്ചുകൊണ്ട് അമ്മയെ പ്രാർത്ഥിക്കുക. അമ്മ എപ്പോഴും കൂടെയുണ്ടാകും. ആദിപരാശക്തിയായ ലളിതാ പരമേശ്വരി ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവിടുത്തെ തൃപ്പാദ പത്മങ്ങളിൽ സഹസ്രകോടി പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.